എന്നകതാരിൽ നീ വരൂ, എന്നിൽ നിൻ വാസമെങ്കിലോ എന്തു ഭാഗ്യവാനാകും ഞാൻ. എന്നിൽ നിൻ വാസമെങ്കിലോ എന്തു ഭാഗ്യവാനാകും ഞാൻ. ഓസ്തിയിൽ വാഴും യേശുവേ, എന്നകതാരിൽ നീ വരൂ. ഈ അപ്പത്തിൽ ഈശോ നമ്മെ കാത്തിരിക്കുന്നു. ദിവ്യകാരുണ്യമായി മാറിയ ദൈവസ്നേഹത്തെ ജീവിതം നൽകി സ്നേഹിക്കുന്നവർ അനേകം. ആ ജീവിതങ്ങളിൽ ഈശോ വസിക്കുന്ന അനുഭവങ്ങളും അനേകം. എൻ്റെ പേര് തോമസ്, വീട്ടുപേര് അറയ്ക്കൽ. ഇരിട്ടി സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ഇരിട്ടിയിലെ ഷാരോൺ ഒപ്റ്റിക്കൽസ് എന്ന പേരിൽ വാച്ചിൻ്റെയും കണ്ണടയുടെയും വ്യാപാരം ചെയ്ത് ഉപജീവനം നടത്തുന്നു. എൻ്റെ മാതാപിതാക്കൾ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറി പാർത്ത് 10-60 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഈ മലബാറിലേക്ക് കടന്നു വന്നതാണ്. എൻ്റെ ചാച്ചനും അമ്മയും, ഞങ്ങൾ 7 മക്കളുണ്ട്. ചാച്ചനും അമ്മയും 3 സഹോദരങ്ങളും മരിച്ചുപോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കാര്യം ഓർമ്മിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിശ്വാസത്തിൻ്റെ ദൃഢത ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഭാര്യയും, ഭാര്യയുടെ പേര് ഡോളി എന്നാണ്, മൂത്തവൻ ഷൈന്, അവൻ്റെ ഭാര്യ ആൻറ്റി നീസ്, ഷാന്, ഷാരോൺ, അങ്ങനെ 3 മക്കളുണ്ട്. 2 പേര് വിദേശത്ത് ജോലി ചെയ്യുന്നു, ബാക്കിയുള്ളവർ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ, യേശു ഏകരക്ഷകനാണെന്ന് മനസ്സിലാക്കുവാൻ ഉണ്ടായ അനുഭവങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 38 വർഷമായിട്ട് മാങ്കോട്, ഇരിട്ടി സൺഡേ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു, മാങ്കോട് പുറവയിലിൽ. ഇപ്പം എൻ്റെ മകന് ഖത്തറിൽ സെൻറ്റ് തോമസ് ദേവാലയത്തിലെ യുവജന സംഘടനയുടെ സെക്രട്ടറിയാണ്. അവൻ്റെ ഭാര്യ അവിടെ ഖത്തറിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ വിശ്വാസത്തിൻ്റെ ദൃഢതയാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ ദീപബലിയിൽ പങ്കെടുക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു. എൻ്റെ ചാച്ചനും അമ്മയും എല്ലാ ദിവസവും തന്നെ ദേവാലയത്തിൽ ആ കാലഘട്ടങ്ങളിൽ പോകും. ഞാൻ കരിക്കോട്ടക്കരി സ്കൂളിൽ 8 കിലോമീറ്ററുകൾക്കപ്പുറത്ത് പഠിക്കാൻ പോകുമ്പോഴും എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം സ്കൂളിലേക്ക് പോവുക. അതിരാവിലെ ദേവാലയത്തിൽ പോയി 8 കിലോമീറ്ററോളം നടന്നു ഓടിയായിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതൊരനുഭവമായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് മാങ്കോട് അൾത്താരപാലനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ വേദപാഠം പഠിപ്പിച്ച് വരുന്ന, ഇപ്പം ഞാൻ പറഞ്ഞ 38 വർഷമായെന്ന്, ഈ കാലയളവിലേക്ക് എൻ്റെ വിശ്വാസത്തെ കൂടുതൽ ദൃഢതയിലേക്ക് എത്തിച്ച കാര്യങ്ങളെ സൂചിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവികാരുണ്യത്തിലുള്ള ഈശോയുടെ വലിയ ശക്തിവിശേഷം എനിക്ക് അനുഭവവേദ്യമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 2000 ഇരിട്ടി സെൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ വികാരിയായിരുന്ന ജോസഫ് കാക്കരമറ്റം വികാരിയായിരിക്കുമ്പോൾ ഞങ്ങളവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സൺഡേ സ്കൂൾ അധ്യാപകരെ എല്ലാവരെയും പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു ധ്യാനത്തിന് പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവർ, അത് ഇന്നൊരു അനുഭവമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ ഇരിട്ടി സൺഡേ സ്കൂളിൽ അബ്രാഹാം വലിയമറ്റത്തിൻ്റെ നേതൃത്വത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവരും തന്നെ അനുദിനം ദീപബലിയിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാ അധ്യാപകരും തുടർച്ചയായിട്ട് ദീപബലി പങ്കെടുക്കും. അപ്പോൾ ഞാൻ ദീപബലിയിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ തോമസ് പോൾ എന്ന് പറയുന്ന ആളാണ് ധ്യാനിപ്പിക്കുന്നത്. ആ അവസരത്തിൽ വിശുദ്ധ കുർബാനയുടെ ശേഷം ആരാധനയുടെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത വലിയൊരു ആനന്ദം ആ ദിവികാരുണ്യത്തിൽ എനിക്ക് ലഭിച്ചു.
അത് മറ്റൊരാൾ പറഞ്ഞു അറിയിക്കാൻ പറ്റിയില്ല. അത്രമാത്രം സന്തോഷപ്രദമായ ഒരു കാര്യമായിരുന്നത്. താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരനുഭവിച്ച പോലത്തെ ഒരു സന്തോഷം. അന്ന് ഞാൻ അവിടെ ഇരുന്ന് ഈശോയോട് ഒരു പ്രതിജ്ഞ എടുത്തു. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇനി ശേഷിക്കുന്ന കാലം അത്രയും നീ എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയാൽ ഞാൻ ദീപവേലിയിൽ പങ്കെടുക്കാതെ ഒരു വ്യാപാരത്തിന് മുതിരുകയില്ല എന്ന് ഈശോയോട് വാഗ്ദാനം ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ ആ സാന്നിധ്യം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഞാൻ അനുഭവിച്ച ഈ സന്തോഷം ലോകം മുഴുവനിലുള്ള ആളുകളെ അറിയിക്കണമെന്നൊരു ചിന്തയും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ആ നിമിഷം നൽകി. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ഈ ഈശോയിലുള്ള വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം എങ്ങനെയെങ്കിലും അവരുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമെന്നുള്ള വലിയ ചിന്ത എന്നിൽ രൂപപ്പെട്ടു. ഞാനിപ്പോൾ വേദപാഠം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 38 വർഷമായി. ആ 38 വർഷത്തിനിടയ്ക്ക് ആകെ 2 പ്രാവശ്യമേ ഞാൻ വേദപാഠത്തിന് ആബ്സെൻ്റ് ആയിട്ടുള്ളൂ. അന്ന് അസുഖം മൂലം കിടപ്പിലായതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, എൻ്റെ വിവാഹം കഴിക്കുന്ന അന്ന് ഞാൻ വിവാഹവേദിയിലേക്ക് കടന്നു പോകുന്നത് വേദപാഠം പഠിപ്പിച്ചതിന് ശേഷമാണ്. ഞാൻ പറഞ്ഞു, ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത തീരുമാനപ്രകാരം 22 വർഷമായിട്ട് ഒരിക്കൽ പോലും എനിക്ക് ദീപബലി മുടങ്ങുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ദൈവം കരുണയായി നമുക്ക് മുമ്പിൽ അവതരിക്കുമ്പോൾ അവിടുന്ന് ചൊരിയുന്ന അനുഗ്രഹങ്ങൾ അളവില്ലാത്തതാണ്. അനേക ജീവിതങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയായി മാറിയ ദിവ്യകാരുണ്യനാഥൻ ഇന്നും നമുക്ക് മുമ്പിൽ കരം നീട്ടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെ മനുഷ്യരിലേക്ക് ചൊരിയുന്ന അത്ഭുതങ്ങൾ ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കുകയാണെങ്കിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഒരിക്കലും അവൻ മാറിപ്പോവുകയില്ല. ഇന്ന് ലോകത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെ ദൈവം അനേകായിരങ്ങളിലേക്ക് ചൊരിയുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത് കോടാനുകോടി ജനങ്ങൾക്ക് ഇന്ന് അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ലഭിച്ച 1-2 സംഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടർച്ചയായിട്ട് ദീപബലിയിൽ പങ്കെടുക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ ഞാൻ ദീപബലിയുടെ സമയത്ത് പുരോഹിതൻ കാസായും പിലാസായും ഉയർത്തുമ്പോൾ ഞാൻ ആ കാസായിലും പിലാസായിലും സമർപ്പിക്കും. എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകത്തെ മുഴുവനെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ എല്ലാം ഞാൻ ആ സമയത്ത് സമർപ്പിക്കാറുണ്ട്. ഇനി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സമർപ്പണത്തിലൂടെ ഈശോ എനിക്ക് ചെയ്ത 1-2 അനുഗ്രഹങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ, എൻ്റെ മകന് ഖത്തറിൽ ജോലി ചെയ്തു വരികയാണ് എന്ന്. എന്നാൽ വിദേശ രാജ്യത്ത് നിന്ന് ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ആ കമ്പനിക്കാർ വന്ന് നടത്തിയ ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൻ ജയിക്കുകയും വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ മെഡിക്കൽ എടുക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആ മെഡിക്കൽ ടെസ്റ്റിൽ അവന് കടന്നു പോകാൻ പറ്റുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മറ്റ് തക്കതായ രോഗങ്ങളൊന്നുമില്ല, പക്ഷേ അവൻ്റെ ഹാർട്ടിൻ്റെ എക്സ്റേ എടുക്കുമ്പോൾ അതിലെന്തോ അടയാളങ്ങൾ കാണുന്നു. അത് ഉള്ളതുകൊണ്ട് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് പ്രവേശിക്കാൻ പറ്റുകയില്ല എന്ന് ഡോക്ടർ കട്ടൻട്രി ആയിട്ട് പറഞ്ഞു. എന്നിരുന്നാലും
2-3 പ്രാവശ്യം ഞങ്ങൾ മെഡിക്കൽ സംഘത്തിൻ്റെ മുമ്പിൽ പോവുകയും വീണ്ടും ഇതിനെന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയാൻ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാരണവശാലും ഇനി നിങ്ങൾ ഈ കാര്യവും പറഞ്ഞ് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ മടക്കി. ജീവിതത്തിൽ ആകുലതയുണ്ടായി. ഇനി എന്തു ചെയ്യും? അപ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയിൽ കാസായാലും പിലാസായാലും എൻ്റെ മകനെ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, 10-15 വർഷമായിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് എല്ലാ ദിവസവും നിന്നെ ആരാധിക്കുകയും നിന്നെ സ്വീകരിക്കുകയും ചെയ്ത എനിക്ക് എൻ്റെ മകന് നീ ഖത്തറിൽ ജോലി കൊടുക്കുകയില്ലേ എന്ന് ഈശോയോട് ഞാൻ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ ദീപബലിയിലും ഞാനും എൻ്റെ ഭാര്യ ഡോളിയും ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും, ഇത് നടത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവന് വിദേശത്തേക്ക് പോകേണ്ട, അവിടെ ജോലിയിൽ പ്രവേശിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞുപോയി. ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്ത. അപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു, നീ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുക, ആത്മാർത്ഥമായിട്ട് ദീപികാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക, എല്ലാത്തിൻ്റെ ഉത്തരം ദീപികാരുണ്യത്തിൽ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം SSLC പരീക്ഷ എഴുതേണ്ട സമയത്ത് എഴുതണം, എങ്കിലേ ജയിക്കുകയുള്ളൂ. കാരണം ജോലി പ്രവേശിക്കേണ്ട സമയം അവൻ്റെ തീർന്നുപോയി. അവൻ ധ്യാനത്തിൽ പോയി വന്നതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു, നീ വിദേശത്ത് നിനക്ക് ജോലി തന്ന കമ്പനിയിലേക്ക് നീ എഴുതുക. എനിക്ക് മെഡിക്കലിൽ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അവരോട് നമ്മുടെ വിഷമം, സങ്കടം അറിയിച്ചു. ഉടനെ അവിടെ നിന്നൊരു മെസ്സേജ് വന്നു, നിങ്ങൾക്ക് എന്താണ് തടസ്സമെന്നുള്ളത് നിങ്ങളുടെ എക്സ്റേയുടെ കോപ്പി ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഫാക്സ് ചെയ്യാൻ പറഞ്ഞു. ഉടനെ തന്നെ ഞങ്ങൾ ഫാക്സ് ചെയ്തു. അവരവിടെ നിന്ന് തിരിച്ച് മറുപടി അയച്ചു. വേറൊരു ഹോസ്പിറ്റലിലൂടെ പോയി ഒരു എക്സ്റേ എടുത്ത് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അതിനുശേഷം എക്സ്റേ എടുത്ത് അയച്ചു. അവിടുത്തെ മെഡിക്കൽ സംഘം പരിശോധിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമില്ല, എന്നാലും നിങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. കുഴപ്പമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പറയാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ വീണ്ടും എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ആ ഡോക്ടറെ എടുത്തു. ഒരു മുസ്ലിം ഡോക്ടറാണ്. ദൂരെ വെച്ച് കണ്ടപ്പോഴേ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇനി ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ മകനും ഭാര്യയും കൂടെ ഡോക്ടറെ അടുത്ത് എന്ന് പറഞ്ഞു, ഡോക്ടറെ, വിദേശത്തു നിന്നുള്ള കമ്പനി അവരവിടെ നിന്ന് അയച്ചിരിക്കുന്ന മെസ്സേജ് ഡോക്ടറെ കാണിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടറെ ഈ മെസ്സേജ് കൊണ്ടേ കാണിച്ചു സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ. അന്നേരം ഡോക്ടർ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഭാര്യയോടും മകനോടും ചോദിച്ചു, വിദേശത്ത് ആ കമ്പനിയിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള ഏത് വ്യക്തിയാണ് അവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ആരെയും അറിയത്തില്ല, അവിടെ ആരുമില്ല, പക്ഷേ കർത്താവായ യേശു അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, അവനിലൂടെയാണ് ഞങ്ങൾക്ക് ഉത്തരം ലഭിച്ചതെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ വളരെ സന്തോഷത്തോടുകൂടി തന്നെ സർട്ടിഫിക്കറ്റ് തരികയും അവൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു സംഭവം, എൻ്റെ ഭാര്യയുടെ വയറ്റിൽ 2 മുഴയുണ്ടായി, ബ്ലീഡിങ് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞത് അടിയന്തരമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം, അല്ലാണ്ട് ഇതിനൊരു പ്രതിവിധിയില്ല. എന്നെയും വിളിപ്പിച്ചു ഡോക്ടർ, എൻ്റെ ഒരു പരിചയമുള്ള ഡോക്ടറാണ്. എന്നിട്ട് എന്നെ എക്സ്റേയിൽ ഈ 2 മുഴകളും കാണിച്ചു തന്നു, ചിത്രം വരച്ചത് കൊണ്ട്. ഇത് രണ്ടും ഇത്ര വലുതാണ്, നിർബന്ധമായിട്ടും ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇതിന് എത്ര രൂപ ചിലവ് വരും? അന്നേരം പറഞ്ഞു, ഒരു 50,000-60,000 രൂപ ചിലവ് വരും, തന്നെയുമല്ല 1-2 മാസം പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റിയല്ല. എൻ്റെ ഭാര്യ എന്നെ കടയിൽ സഹായിക്കുന്നതാണ്, ജോലി ചെയ്യുന്നതാണ്. പിന്നെ സാമ്പത്തികം, പെട്ടെന്ന് 50,000-60,000 രൂപ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ജപമാലയുടെ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മളെല്ലാം ദിവികാരുണ്യം സ്വീകരിക്കുന്നതല്ലേ, ഈശോയുടെ മുമ്പിൽ നമ്മൾ പോകുന്നതല്ലേ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ഈശോയ്ക്ക് നിൻ്റെ മുഴ ഒരു വിഷയമല്ല. കരങ്ങൾ അവിടെ ഉദരത്തിൽ വയറ്റിൽ കൈവച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ഈശോയെ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ,
നിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനീയം ചെയ്യുന്നവരല്ലേ ഞങ്ങൾ. അങ്ങനെയെങ്കിൽ നീ ഞങ്ങളിൽ വസിക്കുന്നില്ലേ? ഈ രോഗത്തിന് ഓപ്പറേഷൻ കൂടാണ്ട് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പിറ്റേ ദിവസം രോഗസൗഖ്യം കിട്ടിയെന്നുള്ളൊരു ബോധ്യമൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. പിന്നെ ഡോക്ടറുടെ അടുത്ത് പോവുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്തില്ല. മറ്റ് സാധാരണയുള്ള പോലെ ജോലി കാര്യങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരായി. പിന്നെ പെട്ടെന്നൊരു വലിയൊരു വിഷമം പുള്ളിക്കാരത്തേക്ക് അനുഭവപ്പെട്ടില്ല. ഒരു 8-9 മാസങ്ങൾക്ക് ശേഷം വയറിൻ്റെ ആ ഭാഗത്ത് സൂചിക്ക് കുത്തുന്ന പോലെ ഒരു വേദന അനുഭവപ്പെട്ടു. എന്നാലും എന്നോട് പറഞ്ഞു, ഇങ്ങനെ വീണ്ടും അവിടെ ഒരു വേദന പോലെ തോന്നുന്നുണ്ട്. ഇനി ആദ്യം പോയ ഡോക്ടറുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ ചെല്ലുക? നാണക്കേടല്ലേ? ആ ഡോക്ടർ പറഞ്ഞാലേ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ആ ഡോക്ടറുടെ അടുത്ത് പോകണ്ട, വേറൊരു ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ തന്നെ അവിടെ പോയി. ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയൊരു വിഷയമുണ്ട്, 2 മുഴയുണ്ടായിരുന്നു, അത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അങ്ങ് പോയില്ല. പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പ്രാർത്ഥിച്ചായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഈ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പിന്നെ വീണ്ടും അവളെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ഒരു മുഴയുടെ പ്രശ്നമില്ല, അങ്ങനെ ഒരു കുഴപ്പം കാണുന്നില്ല. അന്നേരം നമ്മുടെ മനസ്സിലിങ്ങനെ വലിയ ചിന്ത കിടപ്പുണ്ടല്ലോ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ഡോക്ടറോട് ഇവൾ പറഞ്ഞു, ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാവോ ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ ചൂടായി. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണെന്നുള്ളതിൻ്റെ വലിയ അടയാളങ്ങൾ അല്ലേ ഇത്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നിരവധി സ്ഥലങ്ങളിൽ എന്നോട് സംസാരിക്കുന്നവരോടൊക്കെ ഞാൻ ഈ സംഭവം സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഓസ്തിയിൽ വാഴും യേശുവേ, എന്നകതാരിൽ നീ വരൂ, എന്നിൽ നിൻ വാസമെങ്കിലോ എന്തു ഭാഗ്യവാനാകും ഞാൻ. ദിവ്യകാരുണ്യ ഭക്തി അത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കുന്നവർക്ക് അത് പങ്കുവെക്കാനും സാധിക്കും. ജീവിതവും പ്രവർത്തനവും കൊണ്ട് ഇന്ന് ഈ ദൈവകരുണയെ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു ചെറിയ സംഭവം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അത് പരിശുദ്ധാത്മാവാണ് മനുഷ്യന് നൽകുന്നത്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കടന്നു വരുന്ന നാനാജാതി മതസ്ഥരോട് ഈശോയെപ്പറ്റി ഞാൻ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു കത്തോലിക്കനായ ഒരു മനുഷ്യനോട് ദീപികാരണ്യത്തിലുണ്ടായ ഈശോയുടെ വലിയ സാന്നിധ്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. അന്നേരം അദ്ദേഹം ഹൃദയം തുറന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ ഈ സാന്നിധ്യം വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ കുർബാന സ്വീകരണമൊക്കെ ഞാൻ വലിയ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട്, എൻ്റെ കുറ്റമായിട്ട് ഇത് കണക്കാക്കരുത്, പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഞാൻ കുർബാന സ്വീകരിക്കും, പക്ഷേ ഈശോ ഉണ്ടോ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, എനിക്കിന്ന് 58 വയസ്സുണ്ട്, ഇത് തന്നെ എൻ്റെ സ്ഥിതി. പ്രിയപ്പെട്ടവരെ, അന്നേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു ചിന്ത തന്നു ആ മനുഷ്യനോട് പറയാൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോ വെള്ളം വീഞ്ഞാക്കിയില്ലേ? ഈശോ അവിടെ ഒന്നും പറയുന്നില്ല. പന്തിപ്രമാണികളുടെ അടുക്കൽ കൊണ്ടുപോയി വിളമ്പാൻ പറയുകയാണ് ചെയ്ത്. അത് വിളമ്പിയപ്പോൾ അത് രുചിച്ചു നോക്കിയവർ സുന്ദരമായ വീഞ്ഞായിട്ട് അവർക്ക് അനുഭവപ്പെടുകയും തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇത്രയും നല്ല വീഞ്ഞ് ഇതുവരെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് ഇപ്പോഴാണോ ഇത് വിളമ്പുന്നതെന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, ശരിയാ. ഞാൻ ചോദിച്ചു, ആ അത്ഭുതം വിശ്വസിക്കുന്നുണ്ടോ? അത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെയെങ്കിൽ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, ഈശോ അപ്പസ്തോലന്മാരുടെ കാല് കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ അപ്പം കൈകളിലെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ പറഞ്ഞില്ലേ, ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. കാനായിലെ വിവാഹ വിരുന്നിന് ഒന്നും പറയാതിരുന്നിട്ട് വീഞ്ഞായെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ ഈശോ അതിലേക്ക് അപ്പത്തിലേക്ക് പകർത്തപ്പെട്ടിട്ടില്ലേ ചേട്ടാ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ചൊരു വലിയ സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് അനുഭവപ്പെടുന്ന കണ്ടു. അന്നെന്നോട് പിന്നെ ഒന്നും സംസാരിച്ചില്ല. ആ ചേട്ടനെ പോയി. ഒരു 3 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും എന്നെ കണ്ടുമുട്ടിയപ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, സഹോദര,
നിങ്ങൾ അന്ന് പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ വലിയ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. എൻ്റെ സംശയം തീർന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, ഞാൻ പറഞ്ഞ മതാധ്യാപകനാണ് എന്ന് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നു, ഞാനുമായിട്ട് കണ്ടുമുട്ടുന്നവരോട് പറയുന്നു, അവിടെയെല്ലാം ഈശോയുടെ വലിയ സാന്നിധ്യം കൊടുക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവികാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ ദൈവികാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളി വരികയാണ്. പിന്നെ മറ്റൊരു ചെറിയൊരു സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ചേട്ടനോട് പറഞ്ഞ കാര്യമാണ്. വിശുദ്ധ കുർബാനയുടെ മധ്യേ യൂദാദേവസിൻ്റെ കപ്പേളയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് ബൈബിൾ വായിച്ച ഭാഗം, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള ആ വചനമാണ് പുരോഹിതൻ വായിച്ചത്. അന്നേരം അദ്ദേഹം എന്നോട് പറയുക, ഒരു 10-20 വർഷമായിട്ട് എൻ്റെ കൈ എനിക്ക് ഉയർത്താൻ പറ്റുന്നില്ല, വേദനയാണ്. പലരെയും അടുത്ത് പോയി മരുന്ന് വാങ്ങി ഡോക്ടറെ കണ്ടു, ആയുർവേദമുണ്ടോ ഒക്കെ ചെയ്തു, പക്ഷെ അതിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ പുരോഹിതൻ ഈ കൂദാശവചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ ഇവിടെ ഈശോ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുർബാനയും കൊണ്ട് അച്ഛൻ കടന്നു വരുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് കുർബാന സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ലായിരുന്നു, അച്ഛൻ്റെ കാപ്പയിൽ ഞാനൊന്ന് പിടിക്കും, എനിക്ക് സൗഖ്യം കിട്ടുമല്ലോ എന്ന് അറിയാമല്ലോ എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് കുർബാന കൊടുത്ത് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നിരുന്ന സ്ഥലത്തൂടെ അച്ഛൻ വരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വരുന്ന സ്ഥലത്തേക്ക് മാറി നിന്ന് ആരും കാണാതെ ഞാൻ അച്ഛൻ്റെ കാപ്പയിലൊന്ന് പിടിച്ചേച്ച് വിട്ടു. അദ്ദേഹം എന്നോട് പറയുക, ആ കുർബാനയ്ക്ക് ശേഷം കുർബാനയുടെ സമയത്ത് തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് അദ്ദേഹം എന്നോട് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഓരോ വിശുദ്ധ ബലിയിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളോട് എത്രയോ ആളുകൾ ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓർക്കുകയും ആ കാസായാലും പീലാസായാലും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈശോ അത് ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിച്ച് ഓരോരുത്തർക്കും കൃപ ചൊരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവികാരുണ്യത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തിൽ നിന്ന് നമുക്ക് കൃപ ലഭിക്കുന്നത് പോലെ വലിയൊരു അനുഗ്രഹം ഈ ലോകത്തിൽ മറ്റൊരു ജനതയ്ക്കും ഈശോ നൽകിയിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ 4:7 പറയുന്നൊരു വചനമുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ സമീപസ്ഥന് ആയിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാ ലോകത്തിലുള്ള ഈശോ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെന്തിനു ദുഃഖിക്കുന്നു, നമ്മളെന്തിനു ഭാരം വഹിക്കുന്നു? അതെല്ലാം ഈശോയുടെ സന്നിധിയിൽ ദൈവികാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വയ്ക്കത്തില്ലേ? എത്രയോ നിത്യാരാധന നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ചാപ്പലുകളുണ്ട്. അവിടെയെല്ലാം കടന്നു ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പ്രസന്നതയോടുകൂടി എത്രയോ ആളുകൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അല്ലെങ്കിൽ ശക്തിവിശേഷം മനസ്സിലാക്കാതെ എത്രയോ ആളുകളിങ്ങനെ ഉപേക്ഷയോടുകൂടി നടക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കിയ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാന മുടക്കരുതേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത്. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഓരോ മീറ്റിങ്ങുകൾക്കോ കല്യാണ സദ്യയ്ക്കോ സിനിമ കാണാനോ മറ്റാഘോഷ ബന്ധുവീട്ടിൽ പോകാനോ ഒക്കെ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞായറാഴ്ച കുർബാന മുടക്കി നിങ്ങൾ ഇന്ന് പോകരുതേ എന്ന് അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. എനിക്കിപ്പോൾ 58 വയസ്സ് കഴിഞ്ഞു. ഈ ദിവസം വരെ ഞായറാഴ്ചകളിലോ കടമുള്ള ദിവസങ്ങളിലോ ഒരിക്കൽ പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. കാരണം വിശുദ്ധ കുർബാനയുടെ യേശുവിൻ്റെ സാന്നിധ്യം സജീവമായിട്ട് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.